ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ സത്യങ്ങളൊക്കെ അറിയാട്ടോ. നയനെ കുറിച്ചുള്ള സത്യം അറിയണത് കല്യാണിയുടെ വായിന്നാണ് കേൾക്കുന്നത്. കല്യാണി പറയേണ്ടത് നയനി ഇവിടെ വന്നിട്ടില്ലെന്ന് പറയാണ്. അങ്ങനെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി നേരെ വീണ്ടും നമ്മുടെ കനകയുടെ വീട്ടിലേക്ക് പോകണം. അവിടെ എത്തുന്ന സത്യങ്ങളൊക്കെ കനക തന്നെ പറയണ്ടേ, എൻ്റെ മോളാണ് കരള് പകുതി കൊടുത്തിട്ട് ദേവയാനിനെ ജീവിപ്പിക്കണെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിയും അത് മുത്തശ്ശിനെ ആകെ ഞെട്ടിപ്പോവാണ്. അതിനുശേഷം നയനൊക്കെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നയനെ കുറിച്ച് അവർക്ക് വല്ലാത്ത അഭിമാനവും സങ്കടവും തോന്നുന്നുണ്ട്. ഇത്ര ചെറുപ്പത്തിലെ ഈ ഒരു വലിയൊരു സർജറി ചെയ്ത് ഇപ്പൊ പെൺകുട്ടിയുടെ മാരേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നയനയുടെ, ആ കുട്ടികളൊന്നും ആയിട്ടില്ല, എന്നിട്ട് ഇത്രയും വലിയ റിസ്ക് എടുത്തല്ലോ. തന്റെ ജീവൻ പോലും നോക്കാതെ, ജീവിതം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം നയനെ. എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ അനന്തപുരിലെ ഫുൾ അവകാശം കൊടുക്കണമെന്ന് മുത്തശ്ശൻ തീരുമാനിക്കുകയാണ്. അത് മാത്രമല്ല, ദേവയാനി ഇടക്കിടക്ക് നയനെ ആട്ടുന്നുണ്ടല്ലോ. ഇനി ഒരിക്കലും നയനെ കുറിച്ച് ഒരു വാക്ക് ദേവയാനി പറയുകയാണെങ്കിൽ ദേവയാനി സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തന്നെ മുത്തശ്ശൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശന്റെ വായി തന്നെ സത്യങ്ങളൊക്കെ ദേവയാനി അറിയാൻ പോണ നിമിഷങ്ങളായിട്ട് വരാൻ പോണം. ദേവയാനി ഇടയ്ക്കിടയ്ക്ക് പൊക്കി പൊക്കി പറയും, അയ്യോ ഞാൻ അങ്ങനെയാണ്, എനിക്ക് നല്ലൊരു മരുമോളെ വേണം, എൻ്റെ മോനെ കൊണ്ട് വേറെ കെട്ടിക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ആ സമയത്തൊക്കെ മുത്തശ്ശന്റെ കൺട്രോൾ പോകും കേട്ടോ. അപ്പൊ നയനെ പറയും, വേണ്ട മുത്തശ്ശൻ ഒന്നും പറയണ്ടെന്ന് പറയും. പക്ഷെ നയനെ ഒരുപാട് അങ്ങോട്ട് ദേവയാനി വെറുക്കുമ്പോഴും അകറ്റി നിർത്തുമ്പോഴും ആട്ടിപ്പായിക്കുമ്പോഴൊക്കെ മുത്തശ്ശനെ വായി തന്നെ സത്യങ്ങളൊക്കെ കേൾക്കുവാണ്. നീ ഇപ്പൊ ജീവിച്ചിരിക്കണമെങ്കിൽ അതിന്റെ ഫുൾ അവകാശം എന്ന് പറയുന്നത് നയനയാണ്. നയനയുടെ ബ്ലഡാണ് നിന്റെ ശരീരത്തിൽ കൂടി ഓടുന്നത്. നയനയുടെ കരളാണ് നിന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നയന തന്നെയാടി നീ, നയനയുടെ വേറൊരു രൂപമാണ് ഇപ്പൊ നീ എന്നൊക്കെ പറയും. അത് കേൾക്കണ ദേവിയാകി ഞെട്ടിപ്പോണോ, ഇവളുടെ തന്നതെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കാൻ, അതിനേക്കാൾ തന്നെ മരിക്കണതായിരുന്നു. അപ്പോഴും അഹങ്കാരം പറയും കേട്ടോ ദേവയാനി. അതിനുശേഷം നമ്മുടെ ദേവനിക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ മുത്തശ്ശന്റെ. പറയും, നീ അനാവശ്യം പറയരുത്, നീക്കിപ്പോ അഹങ്കാരം കയറി, നിങ്ങളുടെ എന്ത് തെറ്റടി പെൺകുട്ടി ചെയ്തത്? കല്യാണത്തിന് ചെറിയൊരു തെറ്റ് നോണ പറഞ്ഞ് നിന്റെ മോനെ കല്യാണം കഴിച്ചത് അത് വലിയ മഹാ അപരാധമാണോ? ബാക്കി ആൾക്കാരെ അപരാധം ചെയ്യണമെന്നൊന്നും തെറ്റല്ല. നിന്റെ മരുമോൾ ചെറിയൊരു തെറ്റ് ചെയ്തതാണ് നിനക്ക് തെറ്റെന്ന് പറയണത്. ഇവൾ ഈ കുടുംബത്തിൽ കയറി നിന്നിട്ട് എപ്പോഴെങ്കിലും ഒരു നോണ പറഞ്ഞിട്ടുണ്ടോടി എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ദേവിയുടെ വായടഞ്ഞു പോവാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.